നമസ്കാരം. ജിമെയിൽ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാ കമ്പ്യൂട്ടറിലും മൊബൈലൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. അതായത് സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ട് ഇമെയിലിന്റെ എന്നത്. ഈ ഒരു സ്റ്റോറേജ് നമ്മൾ ഒന്നെങ്കിൽ ജിമെയിലിൽ പർച്ചേസ് ചെയ്യണം, പേയ്മെന്റ് കൊടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അതിലുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യണം. ആക്ച്വലി പല പേരും ഇതിൽ ഗൂഗിൾ ഫോട്ടോസും ഒക്കെ ഡിലീറ്റ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും സ്റ്റോറേജ് ഫുൾ ആവുക, വീണ്ടും ഫുൾ ആവുന്നുണ്ടായിരിക്കും. ഇതിലൊരു പ്രധാന പ്രശ്നം വേറൊരു സംഗതി ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒരു സംഭവം ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്താൽ കുറേ പേർക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടും. അപ്പൊ അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ലാപ്ടോപ്പിൽ ഇരുന്നിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതുപോലെ തന്നെ മൊബൈലിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിലൂടെ നമുക്ക് കാണാം. നമ്മളിതുപോലെ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ മുകളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും, ഇത്ര ദിവസം വരെ നമുക്ക് ഇനി മെയിൽ റിസീവ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന്. ഇവിടെ ആഗസ്റ്റ് 24 വരെ എനിക്ക് മെയിൽ വരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്, സ്പേസ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് താഴെ കാണുന്ന ക്ലീനപ്പ് സ്പേസ് തൊട്ട് താഴെ ഗെറ്റ് ഓഫർ എന്നതിൻ്റെ അപ്പുറത്തുള്ള ക്ലീനപ്പ് സ്പേസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗൂഗിൾ ഫോട്ടോസിലെ ഡാറ്റ എത്ര യൂസ് ചെയ്തിരുന്നു അങ്ങനെ കുറേ കാണിക്കും. അതിൽ ലാസ്റ്റ് അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു GB കാണിക്കുന്നുണ്ട്, എത്ര GB ആണ് അതേഴ്സിലുള്ളതെന്ന്. ഈ അതേഴ്സ് എന്ന് പറയുന്നത് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വാട്സപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്സപ്പിൻ്റെ ബാക്കപ്പിനായി 9 GB ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഡാറ്റ ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഡിലീറ്റ് ബാക്കപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമെയിൽ അക്കൗണ്ട് തന്നെ ക്ലിയർ ആവുന്ന, ഇമെയിലുള്ള ഡാറ്റ ക്ലിയറായി നമുക്ക് ആ ഒരു GB ലിമിറ്റ് ക്ലിയറായി വരുന്നതാണ്. GB ലിമിറ്റ് നമുക്കിപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. നിലവിലിപ്പോൾ നമുക്ക് 15 GB വരെയാണ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ഇതേ സംഗതി മൊബൈലിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊബൈലും ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു എറർ കാണുന്നുണ്ടല്ലോ, അതിൽ മാനേജ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. മാനേജ് സ്റ്റോറേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനപ്പ് സ്പേസ് എന്ന് കാണാം. ക്ലീനപ്പ് സ്പേസ് എന്ന് ഏറ്റവും താഴെ കാണുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലീനപ്പ് സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ കമ്പ്യൂട്ടറിൽ കാണിച്ച അതേപോലത്തെ ആ ഒരു സ്ക്രീന് അവിടെയും വരുന്നതാണ്. അതിൽ താഴെ നമുക്ക് വാട്സപ്പിൻ്റെ ഓപ്ഷൻ കാണുന്നതായിരിക്കും. താഴെ വാട്സപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു GB എത്രയാണ് ഡാറ്റ ബാക്കപ്പിന് വേണ്ടി എടുത്തിട്ടുള്ളതെന്ന് കാണാം. ആ ഒരു ഡിലീറ്റ് ബാക്കപ്പ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റ, ആ ഒരു വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഡിലീറ്റ് ചെയ്യാനും പറ്റും. ശേഷം നമ്മുടെ ഇമെയിലിലെ ഡാറ്റ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അറ്റ് ദ ടൈം നമുക്ക് നമ്മുടെ വാട്സപ്പ് ഡാറ്റ ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുകയും ആ ഇമെയിലേക്ക് വാട്സപ്പിലെ ഡാറ്റകൾ ബാക്കപ്പ് ചെയ്യുകയും ചെയ്യണം. അത് മറക്കരുത്. നമ്മളൊരു ഇമെയിൽ ID ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 കുത്ത് ക്ലിക്ക് ചെയ്താൽ താഴെ കാണുന്ന സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ താഴെയായിട്ട് ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. ചാറ്റ്സ് CHATS ചാറ്റ്സ് എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാം. ചാറ്റ് ബാക്കപ്പ് ഏറ്റവും താഴെ നിന്ന് രണ്ടാമത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ അക്കൗണ്ട്സ് എന്നൊരു ഭാഗമുണ്ട്. ഗൂഗിൾ അക്കൗണ്ട്സ്, അതിൽ നിലവിലുള്ള ആ ഒരു ഇമെയിൽ ID മാറ്റി നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്രേ ചെയ്യാനുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമെയിലേക്ക് ഇനി വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പ് സേവ് ആവുന്നതായിരിക്കും. അപ്പൊ ചെറിയൊരു കണ്ടന്റ് ആണ്, ചെറിയൊരു വീഡിയോ ആണ്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കുറെ പേർക്ക് ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.